സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ പറയാ, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടവരാ, ഞങ്ങൾ കർത്താവിനെ കണ്ടവരാ, ഞങ്ങൾ അവനെ കേട്ടു. കർത്താവിനെ കേട്ടവരാ ഞങ്ങൾ അവനെ അനുഭവിച്ചു. ഞങ്ങൾ അവനെ തൊട്ടതാണ്, സ്പർശിച്ചതാണ്, ഹൃദയം കൊണ്ട് അവനെ അനുഭവിച്ചതാണ്. ആ സത്യമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ഇവാഞ്ചലൈസേഷന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. കർത്താവിനെ കണ്ടുമുട്ടിയവർക്കേ കർത്താവിന് സാക്ഷ്യം നൽകാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമാണ് കർത്താവിന് സാക്ഷ്യം നൽകാൻ പറ്റുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീ മടുത്തു പോവും, നീ തളർന്നു പോവും, നീ നിരാശിതനാകും, നിന്റെ താല്പര്യങ്ങൾ മാറും, നിന്റെ ദർശനങ്ങൾ മാറും, നിന്റെ ഫോക്കസ് മാറും. നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? പ്രിയ സഹോദര സഹോദരി, നീ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നീ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും നൊമ്പരങ്ങളും നിന്റെ ജീവിതത്തിൽ നേരെ ഉയർന്നാലും അതിന്റെ നടുവിൽ നീ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം നൽകും. ഞാൻ അവനെ കണ്ടതാണ്, ഞാൻ അവനെ കേട്ടതാണ്, ഞാൻ അവനെ അനുഭവിച്ചതാണ്, ഞാൻ അവനെ തൊട്ടതാണ്. എനിക്കത് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? എനിക്കെങ്ങനെ സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ പറ്റും? ഫെയ്ത്ത് വിറ്റ്നസിങ്, വിശ്വാസത്തിന്റെ സാക്ഷ്യമായി ഞാനും നിങ്ങളും ജ്വലിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഒരു എൻകൗണ്ടർ നമുക്ക് വേണം. കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് വിശ്വാസം. ഫെയ്ത്ത് എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ആണ്, കർത്താവുമായിട്ടുള്ള റിലേഷനാണ്, കർത്താവുമായിട്ടുള്ള ഇന്റിമസിയാണ്. അതിലേക്ക് നമ്മൾ വളരണം. ഇത് ഈ സത്യം തന്നെയാണ് പത്രോസ്ലീഹ പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ നിസ്സംഗതയിലും, സാക്ഷികളാകാൻ വിളിക്കപ്പെട്ട നമ്മൾ പലരും നിസ്സംഗതയിലും ശുഷ്കാന്തിയില്ലാത്തവരും അശ്രദ്ധയുള്ളവരും ആലംബകമുള്ളവരും അലസ്വരും മടിയന്മാരും ആത്മീയ മയക്കമുള്ളവരുമായി അധപതിച്ചതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല. ഒരു എൻകൗണ്ടർ നമുക്കുണ്ടാകുന്നില്ല. പത്രോസ്ലീഹ പറയാണ്, 2 Peter chapter 1 verse 12, 2 പത്രോസ് 1-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? കർത്താവിന്റെ വചനം 2 പത്രോസ് 1:16. 2 പത്രോസ് 1:16 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കേട്ടോ. സുവിശേഷം പ്രസംഗിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളല്ല. അത് മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളല്ല, അത് മുത്തശ്ശി കഥകളല്ല, അത് വെറും മാനുഷികമായ കഥകളല്ല. പത്രോസ്ലീഹ ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ അതെന്താണ്? ഞങ്ങൾ അവന്റെ ശക്തി പ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. ഞങ്ങൾ അവനെ കണ്ടവരാണ്. ഞാൻ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഈ കണ്ട സത്യങ്ങളാണ് നിങ്ങളോട് പ്രഘോഷിക്കുന്നതെന്ന് പത്രോസ്ലീഹ പറയും. ഇത് എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനങ്ങൾ ഇത് മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളല്ല. ഇത് മനുഷ്യൻ വെറുതെ ചുമ്മാ മണ്ണാങ്കട്ട പോലെ എഴുതി വെച്ച ചില മാനുഷികമായ കാര്യങ്ങളല്ല. ഇത് ജീവനുള്ള വചനമാ, സത്യത്തിന്റെ വചനം, നിർമ്മലമായ വചനം, നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന വചനം. ജീസസ്, ജീസസ്, ജീസസ്. ഈ വചനമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത്ര ശക്തമായ ടെസ്റ്റുമണിയാണ് പത്രോസ്ലീഹ പറയുന്നത്. അവന്റെ ശക്തിയുടെ പ്രാഭവം ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കണ്ടത് അനുഭവിച്ചവരാ. ആ അനുഭവത്തിൽ നിന്നാ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവണം, നമുക്ക് ഈ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാകണം, നമുക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ലോകത്തിന് ബിസിനസ്സുകൾ ചെയ്യാം, ലോകത്തിന് മറ്റു പല ജോലികൾ ചെയ്യാം. സുവിശേഷ വേല ചെയ്യണമെങ്കിൽ നീ കർത്താവിനെ കണ്ടുമുട്ടണം, നീ കർത്താവിനെ അനുഭവിക്കണം. സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ഈ അനുഭവം ഉണ്ടാവണം, തലമുറയ്ക്ക് ഈ അനുഭവം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നെറോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കാണാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിനെ കേൾക്കുവാൻ. ഇപ്പൊ നിങ്ങൾ
ഈ എൻ്റെ സ്വരം നിങ്ങളിപ്പോൾ കേൾക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിനെ ഒന്ന് രുചിച്ചറിയാൻ, കർത്താവിനെ അനുഭവിക്കുവാൻ, കർത്താവിനെ ആ രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിൻ്റെ വക്ഷസ്സിൽ തൊട്ടതുപോലെ കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഓ ജീസസ്, ഈ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെയും കർത്താവ് കാണാതെ പോവില്ല. അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ദൈവവിളിയിൽ നൊമ്പരങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, സഹനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും, പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും, ഏകാവസ്ഥ ജീവിതത്തിലാണെങ്കിലും, സമർപ്പിത ജീവിതത്തിലാണെങ്കിലും, സന്യസ്ത ഏത് ജീവിതത്തിലും അതിൻ്റെതായ സഹനവും ഞെരുക്കവും കഷ്ടപ്പാടും എല്ലാം ഉണ്ട് സഹോദരങ്ങളെ. പക്ഷെ ഇതിൻ്റെ നടുവിൽ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമുക്കുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിന്നെ കൃപയോടെ നയിക്കും. ഇന്ന് അനേകരുടെ വിഷയം കർത്താവ് തന്നിരിക്കുന്ന ഈ വിളിയിൽ, ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട ഈ വിളിയിലും തെരഞ്ഞെടുപ്പിലും സഹനങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ഒറ്റപ്പെടലുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അവർ മന്ദീഭവിച്ചു പോകുന്നു. എന്തുകൊണ്ട് മന്ദീഭവിക്കുന്നത്? നോ എൻകൗണ്ടർ. അവർ കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല. വെറും മാനുഷികതയിലാണ് അവർ ആശ്രയിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇതുപോലെ മന്ദീഭവിച്ചു പോയ ചില ജീവിതങ്ങള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവേ, അവരെ തീ പിടിപ്പിക്കണമേ. ആത്മാവിന്റെ ഫയർ പ്രകാരമുള്ള ആത്മാക്കളിലേക്ക് ഇറങ്ങട്ടെ. കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു. നീ കണ്ണുനീരോടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്നെ തീ പിടിപ്പിക്കണമേ, എന്നെ ചൂടുള്ളവനാക്കണമേ, വചനത്തെ പ്രതി എന്നെ ചൂടുള്ളവളാക്കണമേ, ആത്മാക്കളെ പ്രതി എന്നെ തീ പിടിപ്പിക്കണമേ, ദൈവരാജ്യത്തിന്റെ തീയാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന ആഗ്രഹത്തോടെ പറഞ്ഞേ. കർത്താവ് ഫയർ തരും, തീ തരും. കർത്താവിന്റെ വചനം തീയാണ്, കർത്താവിന്റെ വചനം ചുറ്റികയാണ്, കൂടമാണ് വചനം. സഹോദരങ്ങളെ, വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അസ്വസ്ഥതകൾ ഉണ്ടാകും. ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അസ്വസ്ഥതകൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, നൊമ്പരങ്ങൾ ഉണ്ടാകും, മുറിപ്പാടുകൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, ക്ലേശമുണ്ടാകും, ഒറ്റപ്പെടും, പല വിധത്തിൽ ഞെരുക്കപ്പെടും. ഇതൊന്നുമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നും ആരെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് നേരിട്ട് വന്ന് കാണാനാണ്. നിങ്ങളത് ഫോൺ ചെയ്ത് അറിയിച്ചാൽ അവിടെ വന്ന് നിങ്ങളെ കാണാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരുപാട് സഹനങ്ങളുണ്ട്. ആർക്കായി സഹനം, ദുഃഖവും വേദനയും ഇല്ലാത്തവർ? എല്ലാവർക്കുമുണ്ട്. ആവശ്യത്തിൽ അധികമുണ്ട് സഹോദരങ്ങളെ. കർത്താവിനത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അസ്വസ്ഥമാകേണ്ട. പിന്നെ അതിനുള്ള വഴി എന്താ? ബിലീവ്. നീ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. ജീസസ്, എന്നിൽ വിശ്വസിക്കുക. ഹൃദയം അസ്വസ്ഥമാകാതിരിക്കണം. അസ്വസ്ഥതകൾ ഉണ്ടാകും. അതിന് നടുവിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. ആകാശം ഭൂമി മാറിയാലും മാറിപ്പോകാത്ത വചനത്തിൽ നീ ചങ്കുറപ്പിക്കണം. നീ ഹൃദയം ഉറപ്പിക്കണം. നിനക്ക് വേണ്ട പവർ, നിനക്ക് വേണ്ട കൃപ, നിനക്ക് വേണ്ട അഭിഷേകം, നിനക്ക് വേണ്ട എനർജി പരിശുദ്ധാത്മാവ് നൽകും. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. മല പോലെ പ്രശ്നങ്ങൾ ഉയരും സഹോദരങ്ങളെ.
വലിയ വലിയ വിധം നമ്മൾ ഞെരുക്കുന്ന വിധത്തിലുള്ള പേമാരികൾ ഉണ്ടാകും, കൊടുങ്കാറ്റുകൾ ഉണ്ടാകും. കൊടുങ്കാറ്റുകളുണ്ട്. ആ മണവാട്ടി തന്റെ മണവാളനോട് കർത്താവിൻ്റെ നമ്മളാണ് കർത്താവിൻ്റെ അവൻ്റെ സഭയാണ് അവൻ്റെ മണവാട്ടി. കർത്താവിനോട് പറയാണ്, കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ. കർത്താവേ, കൊടുങ്കാറ്റുകളുണ്ട് സഹോദരങ്ങളെ, പേമാരികളും വെള്ളപ്പൊക്കങ്ങളുണ്ട്. പക്ഷെ നിന്നെ വിട്ടുപോകുന്നവനെല്ലാം നിന്നെ വിളിച്ച കർത്താവ്, നിന്റെ വലതുകരം പിടിച്ച് നിന്നെ എപ്പോഴും സഹായിക്കുന്ന നിന്റെ കൂടെയുള്ള കർത്താവിനെ നീ എപ്പോഴും അനുഭവിക്കണം. നീ അവനെപ്പോഴും കണ്ടുമുട്ടണം, കണ്ടുമുട്ടണം, കണ്ടുമുട്ടണം. പുറപ്പാട് 14:14 കർത്താവ് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും വെല്ലുവിളികളിലും തകർച്ചകളിലും നീ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യുമ്പോൾ പിശാച് വെറുതെ ഇരിക്കുന്നെങ്കിൽ വിചാരിക്കുന്നുണ്ടോ? സാത്താൻ വെറുതെ ഇരിക്കില്ല. പിശാചിന്റെ നോട്ടപ്പുള്ളികളാണ് കർത്താവ് വിളിച്ചവരും തെരഞ്ഞെടുത്തവരുമായ ആത്മാക്കൾ. സാത്താന്റെ അടിസ്ഥാനത്തെ തകർക്കുന്നവരെ നശിപ്പിക്കാൻ ആവുന്നതെല്ലാം പിശാച് ചെയ്യും. അവന്റെ സാമ്രാജ്യത്തെ കൊള്ളയടിച്ച് സ്വർഗരാജ്യത്തെ നിറച്ച് സമ്പന്നമാക്കുന്നവരെ ശിഥിലീകരിക്കാൻ അവനാവുന്നതെല്ലാം പരിശ്രമിക്കും. നമ്മുടെ കർത്താവ് തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ നമ്മളെ വിഴുങ്ങുവാൻ അവൻ അലറി നടക്കും. പേടിക്കണ്ട, കർത്താവിന്റെ മഹത്വം നിന്നെ പൊതിഞ്ഞു നിന്നിരിക്കുക. നീ കർത്താവിന്റെ ശുദ്ധ രക്തത്തിന്റെ മറവിലാണ്. അവന്റെ പരിശുദ്ധമായ വചനത്തിന് തണലിൽ അവൻ എന്നെയും നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഒരു ശത്രുവിന് നമ്മളെ തൊടാൻ പോലും പറ്റില്ല. കർത്താവ് നമ്മളെ പൊതിഞ്ഞു നിൽക്കുക. പരിച പോലെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ യുദ്ധം ചെയ്യും. നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യുമ്പോൾ പിശാച് വെല്ലുവിളികൾ ഉയർത്തും, പോരാട്ടങ്ങൾ ഉണ്ടാക്കും, അസ്വസ്ഥതകൾ ഉണ്ടാക്കും, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും, തെറ്റിദ്ധരിപ്പിക്കും, പലവിധം നമ്മൾ മുറിപ്പെടുത്താൻ നോക്കും, നമ്മളെ തകർക്കാൻ നോക്കും. നമ്മൾ കർത്താവിനോട് കൂടെ ഇരുന്നാൽ മതി. നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ഈ പോരാട്ടങ്ങളെ കർത്താവ് നിർവീര്യമാക്കും. അവന്റെ കോട്ടകളെ തകർക്കും, അവന്റെ മുഖങ്ങളെ പൊട്ടിക്കും, അവന്റെ കൊമ്പുകളെ വിച്ഛേദിച്ച് കളയും. കർത്താവ് വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ, തലമുറകളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. നമ്മുടെ സഭ മുഴുവന്റെ മേലും തീ പോലെ പടരട്ടെ, പടരട്ടെ, പടരട്ടെ. സ്തുതിക്കുന്ന കർത്താവ്. സഹോദരങ്ങളെ, നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ അറിയിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയട്ടെ, അതാ പ്രധാനപ്പെട്ട വചനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനേകർക്ക് ലിങ്കുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്. മടി വിചാരിക്കരുത്, അസ്വസ്ഥത നോക്കരുത്. ഇത് ദൈവവചനത്തിന്റെ മനസ്സാണ് പരിശുദ്ധാത്മ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മാർക്കോസ് 16:20 മറ്റൊരു വചനം പരിശുദ്ധാത്മ തരിക. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവ് അവരോട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച്, നമ്മളെ കർത്താവ് തനിയെ വിട്ടിരിക്കുകയാണോ സഹോദരങ്ങളെ? പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മൾക്ക് ഇനി ആരുമില്ല എന്നൊക്കെ നമുക്ക് വെറുതെ വരുന്ന പിശാച് തരുന്ന ചിന്തകൾ. അതൊക്കെ നമ്മളെ കർത്താവ് വെറുതെ വിട്ടിരിക്കുകയല്ല, അവരോട് കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു. കൂടെ നിന്ന്, ഒരു 2 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞ് കൂടെ നിന്ന്. പോരാ, അൽപ്പൂടി സ്വരത്തിൽ പറഞ്ഞ കൂടെ നിന്ന് അവരോട് കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഈ വചനം നിങ്ങളോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല.
ഈ വചനവേദിയിൽ എന്നോടൊപ്പം എൻ്റെ കർത്താവ് കൂടെ നിൽപ്പുണ്ട്. എൻ്റെ കർത്താവ് ബലപ്പെടുത്തുന്നത്, അവനാണ് എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്, അവനാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. ആവശ്യമായ വചനങ്ങൾ കർത്താവ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നോടുകൂടെ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കർത്താവുണ്ട്. കഷ്ടതയുടെ കാലത്ത് ഞാൻ നിന്നോട് ചേർന്ന്, അപ്പോഴാണ് കർത്താവ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത്. നമ്മുടെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ മാറിപ്പോവും. അപ്പോൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മൾ വിട്ടുപോകും, നമ്മൾ മാറിപ്പോകും. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ചതിക്കില്ല സഹോദരങ്ങളെ. കഷ്ടതയുടെ കാലം, ദുരിതത്തിന്റെ കാലം, എനിക്ക് ഏറ്റവും വലിയ ദുരിതം വരുമ്പോഴാണ് എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നത്, എൻ്റെ കർത്താവ് എന്നെ എന്നോട് കൂടെ ഒട്ടി നിൽക്കുന്നത്. കാരണം കർത്താവിനറിയാം ഞാൻ അവിടെ തകർന്നു പോവും, ഞാനവിടെ ചിലപ്പോൾ നിരാശപ്പെട്ട്, ചിലപ്പോൾ ഞാൻ ആകെ താറുമാറാവുന്ന അവസ്ഥയുണ്ടാകുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് കൂടുതൽ ചേർത്ത് പിടിക്കും. അവൻ്റെ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിക്കും. അവൻ്റെ ചൂട് നമുക്ക് തരും. നമുക്കെല്ലാവർക്കും കർത്താവ് തരും. കൂടെ കർത്താവുണ്ട്. കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ വേലയിൽ. നീ വിശ്വസിക്കുക സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല. പ്രശ്നമുണ്ടെന്നേ, പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്കല്ല. നിന്റെ സമർപ്പിത ജീവിതത്തിൽ പ്രിയ സമർപ്പിതരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. വിളിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, നിങ്ങളുടെ പൗരോഹിത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. വിളിച്ച കർത്താവ്, അഭിഷേകം ചെയ്തവൻ കൂടെയുണ്ട്. ഏകാവസ്ഥ ജീവിതത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നവരല്ല. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുണ്ട്. ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. ഏത് ദൈവവിളിയിലും കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുക. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് ചില ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് തന്നെ കാണണം. നിങ്ങൾ ഈ പൗലോസ്ലിഹായി ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് പൗലോസ്ലിഹ ഒത്തിരി ഇഷ്ടമാണ്. പൗലോസ്ലിഹ സുവിശേഷത്തിന്റെ തീയാണ് പൗലോസ്ലിഹ. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലിഹ ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോവാണ്. പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഏഷ്യയിലോട്ട് പോകണ്ട. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:6 നമുക്ക് കാണാൻ കഴിയുന്നത്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മ പിന്തിരിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് ബിഥീനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. 7-ാമത്തെ വചനം പറയാണ്, യേശുവിൻ്റെ ആത്മാവ് പൗലോസിനെ അനുവദിച്ചില്ല. അങ്ങനെ കർത്താവ് അറിയിക്കും, നീ മെക്കദോനിയയിലേക്ക് പോകണം. ആ സംഭവമൊക്കെ വചനത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ മെക്കദോനിയയിൽ പോയി. മെക്കദോനിയയിൽ ഒരു പട്ടണമാണ് ഫിലിപ്പി. ആ ഫിലിപ്പി പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. അനേകർക്ക് മാനസാന്തരം ഉണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, ഈ മാനസാന്തര അനുഭവത്തിൻ്റെ സമയത്ത് പിശാച് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കർത്താവിൻ്റെ നാമത്തിൽ പൗലോസ്ലിഹ വിമോചനത്തിലേക്ക് നയിച്ചു. ആ ഒരൊറ്റ ദൈവപ്രവൃത്തിയുടെ പേരിൽ ആ പട്ടണം മുഴുവൻ ഇളകി പൗലോസിൻ സീലാസിനെ അടിച്ച് പൊട്ടിച്ച് ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് തള്ളിയിടുകയാണ്. 24-ാം വചനത്തിൽ പറയുന്നുണ്ട്, അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് തള്ളി, കാലുകൾ കാമം വെച്ചു. ദുസ്സഹമായ വേദന, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കൊടും ക്രിമിനലുകളെ ഇടുന്ന ആ ഫിലിപ്പി കാരാഗൃഹത്തിൻ്റെ ഉള്ളറ, കടുത്ത അന്ധകാരം, പരസ്പരം കാണാൻ പോലും പറ്റാത്ത ഊരാകൂരിയിട്ട് ദുർഗന്ധം, എല്ലാവിധത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ തളർന്നു വീഴും സഹോദരങ്ങളെ. നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആവും. എന്തിനതിന് 100-1 നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പിറുപിറുപ്പും പരാതിയും, നമ്മൾ വളരെ വളരെ അസ്വസ്ഥരുമായിട്ട് മാറുന്നു. ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ചിന്തിക്കണം, പൗലോസിലേക്കും സീലാസിന് വേണമെങ്കിൽ വിപരീത ബുദ്ധിയിലേക്ക് വരാം. ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് മെക്കദോനിയയിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ടാണ് ഈ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പീഡനങ്ങളും മാനസിക അസ്വസ്ഥതകളും ശാരീരികമായ അവശതകളൊക്കെ കിട്ടുകയാണ്. ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, വിളിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ശുശ്രൂഷയ്ക്കായി നിന്നെ നിയമിച്ചതും കർത്താവിൻ്റെ ആത്മാവാണെങ്കിൽ, ഈ ശുശ്രൂഷയിൽ നിന്നെ പരിപാലിക്കുന്നതും വഴി നടത്തുന്നതും കർത്താവിൻ്റെ റൂഹയാണെങ്കിൽ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ,
നീ ഒന്നിനോർത്തും അസ്വസ്ഥപ്പെടേണ്ട. നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഏത് പ്രതികൂല വക്രതയിൽ നീ പെട്ടുകഴിഞ്ഞാലും, ഏതൊക്കെ സിംഹത്തിന്റെ വായിൽ നീ അകപ്പെട്ടാലും, ഏതൊക്കെ അഗ്നിയിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വന്നാലും, നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെയുണ്ട്. ഓ ജീസസ്, സ്തുതിക്കുന്നു കർത്താവേ. അവൻ മാറിപ്പോകുന്നവനല്ല, അവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. 25-ാം വചനം പറയുന്നു, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുന്നു, മറ്റു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. 26-ാം വചനത്തിൽ പറയാ, പെട്ടെന്ന് സഡൻലി, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ. ആരാണ് അവരെ മക്കെദോനിയയിലേക്ക് വിട്ടത്? അവിടെ സുവിശേഷം അറിയിക്കുവാൻ ഇവരാരാണ് നിയോഗിച്ചത്? ആ പരിശുദ്ധാത്മാവ് അവരെ ബന്ധിച്ചിട്ടിരുന്ന ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ആ ഇരുട്ടറയിലേക്ക്, അവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഞാൻ നിന്നോട് കൂടെ, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഓ, സ്പിരിറ്റ് മൂവ് ചെയ്തു, ആത്മാവിന്റെ വ്യാപനമുണ്ടായി. പരിശുദ്ധാത്മ ഒന്ന് മൂവ് ചെയ്താലുണ്ട്, നിന്റെ സകല കെട്ടും പൊട്ടും, നിന്റെ സകല ബന്ധനവും അഴിയും, നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും തുറക്കപ്പെടും. ആമേൻ. അവൻ ഓൾമൈറ്റി, ഓമിനിഷ്യൻ, ഓമിനിപോട്ടന്റ്, എൽ ഷദായ്, അഡോണായ്, അവൻ സർവാധിപനായ ദൈവമാണ്. സഹോദരങ്ങളെ, കുലുങ്ങി, എല്ലാം അഴിഞ്ഞു പോയി. എന്താ ഉണ്ടായത്? ആ ജയിൽ വാർഡൻ വരെ മാനസാന്തരപ്പെട്ടു. അതാണ് പരിശുദ്ധാത്മാവ്. കരമടിച്ച് പരിശുദ്ധാത്മാവ് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പോരാ, ശക്തിയോടെ കരമടിച്ച് പരിശുദ്ധാത്മാവേ നന്ദി, ഇവിടുത്തെ പ്രവൃത്തികൾക്കായി നന്ദി, അങ്ങനെ തന്നിരിക്കുന്ന ഈ ദൈവ വിളിക്കായി നന്ദി, ഈ ശുശ്രൂഷകൾക്കായി നന്ദി, കുടുംബത്തെ ഓർത്ത് നന്ദി, മക്കളെ ഓർത്ത് നന്ദി, സഹോദരി സഹോദരങ്ങളെ ഓർത്ത് നന്ദി, സഭയോർത്ത് നന്ദി. സ്തുതിക്കുന്നു. പെട്ടെന്ന് കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങുമാറ് ഭൂകമ്പമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. ദൈവശക്തി ഇറങ്ങി വന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ വേലയിൽ. നമ്മൾ ഈ ഫെയ്ത്ത് നമുക്കുണ്ടാവണം. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഫെയ്ത്ത് നമുക്കുണ്ടാകണം, ഈ വിശ്വാസം നമുക്കുണ്ടാകണം. ഞാനും നീയും ഒറ്റയ്ക്കല്ല. വിളിച്ച കർത്താവ് കൂടെയുണ്ട്. വിളിച്ചവൻ നിന്നോടൊപ്പമുണ്ട്. നിന്നെ അഭിഷേകം ചെയ്തവൻ നിന്നോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ കൊയ്ത്തുകാരെ, നമുക്കുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ നമ്മൾ പറയാണ്. ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒന്നാമത്, നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടാവണം, ബോധ്യം ഉണ്ടാവണം. ദൈവമായ കർത്താവിൻ്റെ സർവാധിപത്യത്തിൽ പൂർണ്ണമായ വിശ്വാസം, ബോധ്യം നമുക്കുണ്ടാകണം, പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാമത്തെ വചനം ഒരുപാട് ചിന്തിപ്പിച്ചൊരു വചനമാണ്. നിങ്ങൾ ഒരുമിച്ച് വായിച്ച വചനം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കും ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദർശനം കർത്താവ് കൊടുത്തത്? ഉസിയ രാജാവ് മരിച്ച വർഷം ദേവാലയത്തിൽ ചെന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവന്റെ ഹൃദയ കണ്ണുകളെ തുറന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹത്വപൂർണനായ കർത്താവിനെ അവൻ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദർശനം കൊടുത്തത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ എന്താണോ, വെല്ലുവിളികൾ എന്താണോ, നമ്മൾ എന്താണോ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും കർത്താവ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്.
ഉസിയ രാജാവ് മരിച്ച വർഷം. ഉസിയ നല്ലൊരു രാജാവാണ്. യെശയ്യാ പ്രവാചകന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത രാജാവ്. പ്രവാചകന്റെ ശുശ്രൂഷകൾക്ക് ധനസഹായം കൊടുത്തു. രാജാവിൻ്റെ പൊളിറ്റിക്കൽ പവറും അതുപോലെ തന്നെ സ്വാധീനവും ബന്ധങ്ങളൊക്കെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉസിയ രാജാവ് കൊടുക്കുകയാണ്. തനിക്ക് ഒരുപാട് സഹായമായിരുന്നു ഉസിയ രാജാവ്. താൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച രാജാവായിരുന്നു ഉസിയ. തൻ്റെ വലിയ ബെനഫാക്ടർ ആയിരുന്നു ഉസിയ. ആ ഉസിയ മരിച്ചുപോയി. ന്യായമായി മേശയെ ചിന്തിച്ചു, ഇനി എൻ്റെ പ്രവാചക ശുശ്രൂഷ എന്താവും? ആരെന്നെ സഹായിക്കും? ആരെനിക്ക് വേണ്ട ധനസഹായങ്ങൾ തരും? ഈ ശുശ്രൂഷ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും? ഉസിയ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ സുവർണ കാലഘട്ടമായിരുന്നു. ഈ ശത്രുക്കൾ വന്ന് അറ്റാക്കി. ഇങ്ങനെ ഒരുപാട് ആശങ്കകളും ഭയപ്പാടുകളും വേദനകളും ആശയക്കുഴപ്പങ്ങളൊക്കെ ആയിട്ടാണ് ദേവാലയത്തിൽ വന്ന് ഉസിയ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ പ്രവാചകന്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, യെശയ്യാ, സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഉസിയ അല്ല, സർവശക്തനായ സർവാധിപനായ ഞാനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്നത് നിന്റെ ദൈവമാണ്. സകല അധികാരവും എൻ്റെ കരങ്ങളിലാണ്. കണ്ടോ, ഈ ഒരു വിഷൻ, ഈ ഒരു ആത്മീയ ദർശനം പ്രവാചകനെ കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരത്തിൽ ഇരിക്കുന്നത് ദൈവമായ കർത്താവാണ്. കർത്താവിൻ്റെ കരങ്ങളിലാണ് അധികാരമുള്ളത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. സകല അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നു. അത് സെക്യുലർ മേഖലയിലാവട്ടെ, സ്പിരിച്വൽ മേഖലകളിലാകട്ടെ. നമ്മുടെ ഭൗതികമായ അധികാരികളാണെങ്കിലും ആത്മീയ അധികാരികളാണെങ്കിലും ഇതെല്ലാം ദൈവമാണ് ഇവരെ അധികാരികളായി നിയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പരമമായ അധികാരം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ഉസിയ മരണപ്പെട്ട് ഇതുപോലെ നൂറുകണക്കിന് ഉസിയാമാര് രൂപം. എനിക്ക് സാധിക്കില്ലേ നിന്നെ പരിപാലിക്കാൻ, നിന്നെ വഴി നടത്താൻ, നിന്നെ സഹായിക്കാൻ, നിനക്ക് സാമ്പത്തിക സഹായങ്ങൾ തരാൻ, നിന്റെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യാൻ? യെശയ്യാ, എനിക്ക് കഴിയുകയില്ലേ? ഞാനല്ലേ സർവശക്തനായ കർത്താവ്. ഈ ദർശനം കണ്ടതോടുകൂടി യെശയ്യായ്ക്ക് കാര്യം മനസ്സിലായി. അവൻ ഫ്രീ ആയി. സഹോദരൻ, പലപ്പോഴും നമുക്ക് ഈ ആകുലതകളും ഉത്കണ്ഠകളും സംശയങ്ങളും വേദനകളും വിഷമതകളും പലവിധത്തിൽ ആശയക്കുഴപ്പങ്ങളും നിരാശയും ദുഃഖദുരിതങ്ങളും നമ്മളെ വല്ലാതെ വന്ന് അലട്ടി നമ്മളെ ഭയപ്പെടുത്തുന്നു, പല നിരാശപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം കർത്താവിൻ്റെ സർവാധിപത്യത്തിലുള്ള ദർശനം മങ്ങിപ്പോകുന്നു. ആ ദർശനം നമുക്ക് ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാൻ പറ്റും. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ സുവിശേഷ വേല ആരംഭിച്ചതാണ്. 48 വയസ്സായി സഹോദരങ്ങളെ. ഈ വർഷം എത്രയും ഒരുപാട് കണ്ണുനീരും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒരുപാട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം നടുവിൽ കൃപയോടെ നയിക്കുന്ന കർത്താവിൻ്റെ പരിപാലന ആവോളം അനുഭവിച്ചറിയാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിൽ എന്നെ ബലപ്പെടുത്തിയത് ഈ ഒരു ദൈവദർശനമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് മനുഷ്യരല്ല, ദൈവമായ കർത്താവാണ്. അധികാരത്തിൽ ഇരിക്കുന്നവൻ കർത്താവാണ്. എല്ലാ അധികാരവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ സഹോദര സഹോദരി, നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? നീ ആരെയെ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ് അവിവേകം കാണിക്കാനല്ല. നമ്മൾ വിവേകമില്ലാതെ പ്രവർത്തിക്കാനും പെരുമാറാനും സംസാരിക്കാനും അല്ല ഈ പറഞ്ഞു വരുന്നത്. നിന്റെ ദൈവവിളിയിൽ നീ ഒന്നിനെ കുറിച്ച് നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, നിന്റെ ഏകാംശ ജീവിതത്തിൽ, നിന്റെ തൊഴിൽ മേഖലകളിൽ, നിന്റെ ജീവിത വ്യാപാരങ്ങളിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളെല്ലാം ധാരാളമായിട്ട് ഉയരും. പിശാച് ആഞ്ഞടിക്കും നമ്മളെ. പേടിക്കണ്ട. ഈ ദൈവദർശനം മങ്ങിപ്പോകാതെ നീ സൂക്ഷിക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവമായ കർത്താവാണ്. അധികാരം കർത്താവിൻ്റെ കരങ്ങളിലാണ്. മത്തായിയുടെ സുവിശേഷം ഉദ്ധിതനായ കർത്താവ് പറഞ്ഞു,
28 അധ്യായം 18 തിരുവചനം. മത്തായി 28:18. യേശു അവരെ സമീപിച്ചരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലാണ് സകല അധികാരവും. യെശയ്യാ പ്രവചനം 22:22. യെശയ്യാ പ്രവചനം 22:22. ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ദൈവവിളിയിൽ നീ അസ്വസ്ഥപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട, നീ വിഷാദിക്കേണ്ട. സർവാധിപനായ കർത്താവാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അവനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവന്റെ കരമാണ് നിന്റെ മേലുള്ളത്. അവന്റെ ആത്മാവാണ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, 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 ആമേൻ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവ്. രണ്ടാമത് നീ വിശ്വസിക്കേണ്ടത് കർത്താവിന്റെ പ്രോമീസിലാണ്, കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. സുവിശേഷ വേലയ്ക്കായി വിളിക്കപ്പെട്ടവർ, ദൈവവചനത്തിന് കൊയ്ത്തുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ സമർപ്പിത അമ്മമാരെ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, പ്രോമീസിൽ വിശ്വസിക്കുക, പ്രോമീസിൽ വിശ്വസിക്കുക. മത്തായിയുടെ സുവിശേഷം 24:14. നമുക്ക് പെട്ടെന്ന് വചനങ്ങൾ വേഗത്തിലൊന്ന് കാണാം. മത്തായി 24:14. എല്ലാ ജനതകളെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, എല്ലാ ജനപദങ്ങളിലും പ്രസംഗിക്കപ്പെടും. പ്രസംഗിക്കപ്പെടുന്ന കർത്താവ് പറഞ്ഞിരിക്കണേ, പെടണമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കണേ. പെടണമെന്നാണോ പറഞ്ഞിരിക്കണേ? അല്ലല്ലല്ലല്ല, ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താ? അതെല്ലാ ജനതകളും അറിയും വചനം. ദൈവം അതിന് ശക്തനാണ് സഹോദരങ്ങളെ. അതാണ് ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവായി ജനപദങ്ങളെ പരിശുദ്ധാത്മാവ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങളെ ആത്മാവ് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദേശത്തിന്റെ മേലും ആത്മാവ് ശക്തിയോടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം എല്ലാ ജനപദങ്ങളിലും പ്രഘോഷിക്കപ്പെടും. പ്രോമിസ്. ഇത് കർത്താവിന്റെ വചനം. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വിശ്വസിച്ചാൽ നമ്മൾ തന്നെ തീ പിടിക്കുക സഹോദരങ്ങൾ. പ്രോമിസിൽ വിശ്വസിക്കുക. പ്രസംഗിക്കപ്പെടണമെന്നല്ല പറയും, പ്രസംഗിക്കപ്പെടും. നമ്മുടെ ആരുടെ ഔദാര്യം കർത്താവിന് വേണ്ട. അവൻ ഓൾ മൈറ്റിയാണ്. തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് തൻ്റെ പദ്ധതികൾ, തൻ്റെ ഉദ്ദേശങ്ങൾ ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്നവനാണ് ദൈവമായ കർത്താവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കണം. പിശാച് വെല്ലുവിളികൾ ഉയർത്തും, പോരാട്ടങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മുടെ ഹൃദയത്തെ കലക്കാൻ നോക്കും, നമ്മൾ ഒരുപാട് അസ്വസ്ഥമാക്കാൻ നോക്കും. പ്രോമിസിൽ വിശ്വസിക്കണം, പ്രോമിസിൽ വിശ്വസിക്കണം. നമ്മൾ പാടുന്നില്ലേ? എന്താ പാടുന്നത്? കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കൈവിടുകയില്ല ഞാൻ നിന്നെ. എത്ര പ്രതികൂലത്തിന് കാറ്റടിക്കട്ടെ, എന്തുമാത്രം പ്രതിസന്ധികളെ, വെല്ലുവിളികളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശട്ടെ, നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നൊരു കർത്താവുണ്ട്. സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-7 വചനങ്ങൾ. ആ പരിശുദ്ധ വചനം എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ഉച്ചത്തിലെ വചനം വായിച്ച് കൃപ സ്വീകരിക്കുക കർത്താവിൽ നിന്ന്. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.
സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് നേരെ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ, ഞെരുക്കങ്ങളെ, വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യകരങ്ങളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം കൈകാര്യം. പിന്നെ എന്തിനെ പേടിക്കണേ? വിളിച്ച പരിശുദ്ധാത്മ നിന്റെ കൂടെ, ഫിലിപ്പി കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എന്നോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവൻ എന്തു ചെയ്യും? 7-ാമത്തെ വചനം, 7-ാമത്തെ സക്രിയ 4:7. സെറുബാബേലിന്റെ മുൻപിൽ മഹാപർവ്വതമേ, മഹാവെല്ലുവിളികളെ, കൊടിയ പ്രതിസന്ധികളെ, വലിയ പ്രതിബന്ധങ്ങളെ, നീ എന്താണ്? ആരാണ് ഈ സെറുബാബേൽ? ദൈവം തെരഞ്ഞെടുത്തവന്റെ പ്രതീകമാണവൻ. കർത്താവ് തെരഞ്ഞെടുത്തവരുടെ മുൻപിൽ, കർത്താവിന്റെ ആത്മാവുള്ളവരുടെ മുൻപിൽ, കർത്താവിന്റെ വചനമുള്ളവരുടെ മുൻപിൽ നീ സമതലമാകും. നീ സമഭൂമിയായി മാറും. നീ പ്ലെയിൻ ലാൻഡ് ആകും. പ്ലെയിൻ ലാൻഡ്. നീ സമഭൂമിയാകും. സകല പർവ്വതങ്ങളും തകർന്ന് തരിപ്പണമാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ബിലീവ്. നീ വിശ്വസിക്കണം. കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കണം. എബ്രായർ 10:30. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ അതിനൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ. എബ്രായർ 10:38 ശ്രദ്ധിച്ച്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ, അവൾ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവരിൽ പ്രസാദിക്കുകയില്ല. ദൈവം നിർത്തിയ മേഖലകളിൽ നിന്ന്, നിന്റെ കുടുംബത്തിലാകാം, നിന്റെ സഭയിലാകാം, നിന്റെ മിനിസ്ട്രിയിലാകാം, കർത്താവ് നിന്നെ നിർത്തിയ നിന്റെ കൂട്ടായ്മയിലാകാം, കർത്താവ് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിലാകാം, ഒരു പിന്മാറ്റ ചിന്താഗതി നിനക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്നല്ല, പിശാചിൽ നിന്നാണെന്നാണ് എബ്രായർ 10:38 പറയുന്നത്. അവൾ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രസാദിക്കില്ല. എൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രസാദിക്കില്ല. എൻ്റെ ആത്മാവ് അവരിൽ പ്രസാദിക്കില്ല. പിന്മാറ്റം വേണ്ട സഹോദരങ്ങൾ. കുടുംബജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സമർപ്പിത ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്. എത്ര സമർപ്പിതര വേദനിക്കുന്നത്. സിസ്റ്റേഴ്സിന് ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി സമർപ്പിതര്. പക്ഷേ അതിൻ്റെ നടുവിലും കർത്താവിൽ ആനന്ദിക്കുന്ന സമർപ്പിത ആത്മാക്കളുണ്ട്, അമ്മമാരുണ്ട്. ഞാൻ അവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, പൗരോഹിത്യ ശുശ്രൂഷകളിൽ സഹനങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, മുറിപ്പാടുകളുണ്ട്. പിന്മാറ്റ ചിന്താഗതി അരുത്. അതൊരിക്കലും കർത്താവിൽ നിന്നല്ല. വചനം പറയുന്നു, അത് നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. അങ്ങനെ പിന്മാറ്റ ചിന്താഗതി അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. പ്രോമിസിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ പ്രോമിസ്, ഈ പരിശുദ്ധ ബൈബിൾ മുഴുവൻ വാഗ്ദത്തങ്ങളാണ്. കർത്താവിൻ്റെ ജീവനുള്ള വാഗ്ദത്തങ്ങൾ. സഹോദരങ്ങളെ, ഈ പ്രോമിസിൽ വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്ന ശക്തിയുടെ ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷ നിലനിൽക്കുന്നതിന് അടിസ്ഥാന കാരണം, മാനുഷികമായി ചിന്തിച്ചാൽ നമ്മുടെ ബോധം പോകും. അത്രയും ഭയങ്കരമായ സാമ്പത്തിക പ്രാരാബ്ധമുള്ളൊരു ശുശ്രൂഷയാണിത്. അതുപോലത്തെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഞെരുക്കങ്ങളും ഈ വാർത്തകളും വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പലവിധത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉയരുന്നുണ്ട്. സഹോദരങ്ങളെ, സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ വിളിയിലും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുവാൻ ആത്മാവ് ഒരു കൃപ തന്നത്, അല്പമെങ്കിലും ഒരു കൃപ തന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷയെ കർത്താവ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. നിന്റെ വേദനകളിൽ, നൊമ്പരങ്ങളിൽ, ഞെരുക്കങ്ങളിൽ നീ പ്രോമിസിലേക്ക് കണ്ണുയർത്തി കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി അത് നീ വിശ്വസിക്കണം, അത് നീ ഏറ്റുപറയണം. അവസാനമായി സഹോദരങ്ങളെ, ഒന്നാമത് കർത്താവിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ കൊയ്ത്തുകാരെ, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക.
ജോബിന്റെ പുസ്തകം 42:1 പരിശുദ്ധ വചനം പറയുന്നു. ജോബ് 42:1 എന്താണ് വചനം പറയുന്നത്? ജോബ് കർത്താവിനോട് പറഞ്ഞു. എന്താ കർത്താവിനോട് പറഞ്ഞു? രണ്ടാമത്തെ വചനം വായിച്ച്. ജോബ് 42:1 എന്താ കർത്താവിനോട് പറഞ്ഞത്? കർത്താവേ, നിന്റെ ഉദ്ദേശത്തെ തടയുവാൻ അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. കർത്താവിന്റെ ഒരു പ്രവൃത്തികളെയും തടയാൻ ആർക്കും പറ്റില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കില്ല കർത്താവിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ, കർത്താവിന്റെ പദ്ധതികളെ തടയാൻ, കർത്താവിന്റെ തീരുമാനങ്ങളെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര, നിനക്കുള്ള ദൂത, സഹോദരി, നിനക്കുള്ള ആലോചന ഇത്, നിനക്കുള്ള മെസ്സേജാ ഇത്. കർത്താവിന്റെ ഒരു പ്രവർത്തികളെയും തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല. പിശാചിന് പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല, ഒരു സംവിധാനത്തിനും പറ്റില്ല, ലോകത്തിന്റെ ഒരു ശക്തിക്കും പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല. കർത്താവ് സർവശക്തനാണ്. 138 സങ്കീർത്തനം കർത്താവ് പറയുന്നു. 138 സങ്കീർത്തനത്തിൽ 8ാമത്തെ വചനം എന്താ പറയുന്നത്? എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയങ്ങൾ കർത്താവ് നിറവേറ്റും. എൻ്റെ വ്യക്തിപരമായല്ല, എൻ്റെ കൂട്ടായ്മയെക്കുറിച്ച്, മിനിസ്ട്രിയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾ, തീരുമാനങ്ങൾ നിറവേറ്റാൻ കർത്താവ് ശക്തനാണ്. സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയ്ക്കായി മുന്നോട്ട് വരണം. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്. പ്രതിബന്ധങ്ങളെ കണ്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുന്ന വെല്ലുവിളികളെയും ഞെരുക്കങ്ങളെയും ഓർത്ത് നിങ്ങൾ ദുഃഖിതരാകരുത്, നിരാശിതരാകരുത്. കൂടെയുള്ള കർത്താവിനെ അറിയുക. നിന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ വിശ്വസിക്കുക. അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അവൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുക. അവൻ്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. കർത്താവിൻ്റെ ഈ വാഗ്ദത്തം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. സുവിശേഷ വേലയിൽ കൂടുതൽ തീഷ്ണതയുള്ളവരായിട്ട് നമുക്ക് മാറാം. ദൈവകൃപയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി ധാരാളം ജീവിതങ്ങളെ ഈശോയ്ക്കായി നേടാൻ, കുടുംബങ്ങളെ കർത്താവിനായി വിശുദ്ധീകരിക്കാൻ, ദേശങ്ങളെ രാജ്യങ്ങളെ കർത്താവിനായി റിവൈവ് ചെയ്യാൻ, ജനപദങ്ങളെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. കുടുംബമായി നിന്നെ അഭിഷേകം ചെയ്യട്ടെ. സമൂഹമായി നിന്നെ അഭിഷേകം ചെയ്യട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം.